നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കായലിൻ്റെ മരണമെന്നാൽ ഒരു നാടിൻ്റെ മരണമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമായ വേമ്പനാട്ട് കായൽ അനധികൃത കയ്യേറ്റവും മലിനീകരണവും മൂലം മരണാസന്നയായിരിക്കുകയാണെന്ന് സർക്കാർ തന്നെ നിയോഗിച്ച കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല ഈ അടുത്ത കാലത്ത് ഇറക്കിയ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാടിൻ്റെ ഈ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്ററാണ്. 14 കിലോമീറ്ററാണ് ഏറ്റവും കൂടിയ വീതി. അച്ചൻകോവിലാറ്, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴയാറ്, പമ്പ നദി എന്നിവ വേമ്പനാട്ട് കായലിൽ ഒഴുകിയെത്തുന്നു. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ കൊച്ചി തുറമുഖം വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ്. 2017 തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നിട്ടും കായൽ സംരക്ഷണം ഇപ്പോഴും പദ്ധതി പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. അനധികൃത കയ്യേറ്റങ്ങൾക്ക് പുറമെ വികസനത്തിന് വേണ്ടി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളും കായലിനെ മരണക്കുരുക്കിലാക്കി. 1900-ൽ 2617.5 മില്യൺ ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുണ്ടായിരുന്ന വേമ്പനാട്ട് കായൽ 2020 ആയപ്പോൾ 387.87 ക്യൂബിക് മീറ്ററായി കുറഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. കൃഷിക്ക് വേണ്ടി ഉപ്പുവെള്ളത്തെ തടയുവാൻ നിർമ്മിച്ച തണ്ണീർമുക്കം ബണ്ടും കൊച്ചി കായലിലെ പാലങ്ങളും ഒഴുക്ക് തടയുന്നതിൽ ഇപ്പോൾ പ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കായലിൽ സ്വാഭാവികമായ ഒഴുക്ക് കുറഞ്ഞതോടെ എക്കൽ നിറഞ്ഞ് കായൽ തുരുത്തുകൾ രൂപപ്പെടുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. കായലിൻ്റെ സമീപ പ്രദേശങ്ങൾ ഈയിടെയായി വെള്ളപ്പൊക്ക ഭീഷണിയാലെന്ന് വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി നഗരത്തിനടുത്ത് കിടക്കുന്ന പല പ്രദേശങ്ങളും ഇപ്പോൾ ഏതാണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മഴക്കാലത്തേക്ക് കായലിലേക്ക് ഒഴുകെത്തുന്ന മാലിന്യങ്ങളാണ് മറ്റൊരു വലിയ പ്രധാന ഭീഷണിയായി മാറുന്നത്. ടൂറിസത്തിന്റെ ഭാഗമായി കായലിലെത്തുന്ന ബോട്ടുകളും വെള്ളത്തിൽ മലിനീകരണം ഉണ്ടാക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കായലിൽ നിറയുന്നത് വലിയ ദുരന്തത്തിന് തന്നെ കാരണമാകുമെന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നത്. പോളപ്പായലാണ് മറ്റൊരു വില്ലൻ. ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കായലിൽ പോളപ്പായൽ നിറയുകയാണ്. ഡിസംബറിൽ ഉപ്പ് വരുന്നതോടെ ഇത് ജീർണിച്ച് കായലിൽ താഴുന്നു. ഇത് മലിനീകരണത്തിന് വലിയ ഒരു കാരണമായി തീരുന്നുണ്ട്. മലിനീകരണം മൂലം കായലിലെ മത്സ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നത്. 150 ഇനം മത്സ്യങ്ങളുണ്ടായിരുന്ന വേമ്പനാട്ട് കായൽ ഇപ്പോൾ ഏതാണ്ട് 90 ഇനം മത്സ്യങ്ങളിലേക്ക് ചുരുങ്ങി എന്നത് ഇതിൻ്റെ ഭീകരത വ്യക്തമാക്കുന്നു. വലിയ കൊമ്പൻ സ്രാവുകൾ 1970 വരെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊച്ചി കായലിൽ നിന്ന് ലഭിച്ചിരുന്നു. അതേസമയം കൊച്ചിയിൽ പാലങ്ങൾ വന്നതോടെ ഇവയും ലഭിക്കാതായതായി മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നുണ്ട്. തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനമായ ഉൾനാടൻ മത്സ്യബന്ധന മേഖല അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. വേമ്പനാട്ട് കായൽ അതോറിറ്റി രൂപീകരിക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇനിയും അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കായൽ സംരക്ഷണ പദ്ധതികൾ പേരിന് മാത്രം നടപ്പാക്കുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്ന സർക്കാരിൻ്റെ നിർദ്ദേശം തന്നെ അപ്രായോഗികമാണെന്നാണ് മത്സ്യത്തൊഴിലാളികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപന നേതൃത്വവും ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇതിനാവശ്യമായി വരുന്ന വലിയ ഫണ്ട് ചിലവാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് യാതൊരു കാരണവശാലും കഴിയില്ല. കായലിലെ എക്കൽ നീക്കം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ജോലിയാണ്. സർവേകളിലൂടെ അതിർത്തി കണ്ടെത്തുക എന്നതും ചിലവേറിയ ഒന്നായി അവർ ചൂണ്ടിക്കാട്ടുന്നു. കായലിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പുഴ സംരക്ഷിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ നാടിനെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ്. ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുടെ ജീവിത ഉപാധിയായി മാറിയിട്ടുള്ള മത്സ്യബന്ധനവും വേമ്പനാട്ട് കായലിൽ നിന്ന് അന്യമാകുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കായൽ സംരക്ഷിക്കപ്പെടണം. അതല്ലെങ്കിൽ നാം വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും.